ഇതവിടെ എന്തെടുക്കുമായിരുന്നു? അത് ഞാൻ എന്നെ അവിടെ ഒന്നുമില്ല, നീ വാ. ഇവിടെ എന്താ വേണ്ടേ? ചേട്ടാ 3 ചായ. മനു നോക്കിയേ. നീ വീണ്ടും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുവാണോ? അല്ലടാ, നിങ്ങള് ഭൂമിയെ എവിടെങ്കിലും വെച്ച് കാണാറുണ്ടോ? കാണാറൊക്കെ ഉണ്ട്. അവളിപ്പോ പഴയതുപോലൊന്നും അല്ലടാ. കണ്ടാ ഒരു മൈൻഡും ഇല്ല, ചിരിച്ചാ ചിരിക്കത്തും ഇല്ല. എന്തിന്? നമ്മുടെ ബസ്സിൽ പോലെ അവളിപ്പോ കേറത്തില്ല. അവളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒക്കെയല്ലേ സംഭവിച്ചത്. 2 ദിവസം മുമ്പ് ഭൂമിയെയും ഉമ്മായെയും ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട്. അറിയുന്ന ഭാവം പോലും അവള് കാണിച്ചില്ല. ഒരു കണക്കിന് നോക്കിയാ അവരുടെ ഈ അവസ്ഥയ്ക്ക് ഞാനല്ലേടാ കാരണം. ഡേ ഇനി അത് ആലോചിച്ചിരിക്കാൻ നേരമില്ല. നിങ്ങൾ നേരെ സ്റ്റാൻഡിലോട്ട് പോകും. ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ടങ്ങ് വരാം. ടിക്കറ്റ്. ഡേ അവിടെ ടിക്കറ്റ് എടുത്തായിരുന്നോ? ഡേ മക്കളെ, കുറച്ച് ബാക്കിലോട്ട് നിക്കടാ. സ്ഥലം കിടക്കുന്ന കണ്ടില്ലേ? എടാ നമുക്ക് തിരിച്ചു പോവാടാ, എനിക്ക് പേടിയാവുന്നു. ഒന്നും സംഭവിക്കില്ല, നീ കൂടെ വന്നാ മതി. എടാ ദേവ, നീയെങ്കിലും ഒന്ന് കേക്ക്, നമുക്ക് പോവാം. ഇല്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. എനിക്കറിയണം എന്തൊക്കെയായി സംഭവിക്കുന്നേന്ന്. എടാ മനു, ദേവ, നിങ്ങളിത് കണ്ടോ? മിസ് യു ദേവേട്ടാന്ന്. ഇതൊക്കെ എന്തുവാടാ? എടാ മനു, ദേവ പോവാടാ. എന്തൊക്കെയോ മാറ്റമൊക്കെ സംഭവിക്കുന്നതൊക്കെ തോന്നുന്നു. ഇനി ഇവിടെ ഇന്ന് ശരിയാവാൻ തോന്നില്ല. വാ പോവാം. ശരിയടാ, രാവിലെ കാണാം. നല്ല ക്ഷീണമുണ്ടോ? ഞങ്ങള് പോവുക. ആടാ ശരിയെന്ന്. മനു, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞ അത് നീ ഒരിക്കലും ദേവിയെടുത്ത് പറയരുത്. പറയില്ല. നീ കാര്യം പറ. എനിക്ക് പറയാനല്ലടാ, ചോദിക്കാനാ ഉള്ളത്. ഒരാൾക്ക് എങ്ങനെടാ ഇങ്ങനെ ഒരാളെ അങ്ങ് സ്നേഹിക്കാൻ പറ്റുന്ന? ഹൈറാക്ക് ദേവയെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? അതിനുവേണ്ടി അവൾ എന്തൊക്കെ ചെയ്തു കൂട്ടി. അത് നമുക്ക് 3 പേർക്കും ഭൂമിക്കും നല്ലതുപോലെ അറിയുകയും ചെയ്യാം. പക്ഷെ അവസാനം ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷയില്ല. ഹൈറ, ഈ ലോകത്ത് ദേവയെ ജീവനെ തുല്യം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവള് മാത്രമായിരിക്കും. ദേവയെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവൾക്ക് 100 നാവാ. അവൻ എത്ര അകറ്റി നിർത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും ശരിയെന്നെ. എല്ലാം വിധിയാടാ. പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് വേണ്ട. ഇത് തരാൻ വേണ്ടിയിട്ട് 2 ഇവിടെ നിൽക്കാൻ വേണ്ട. വീട്ടിൽ പോകും. أشهد أن لا إله إلا ചപ്പാത്തി ഒന്നും കൂടി തരട്ടെ? വേണ്ട, മതി, വയറ് നിറഞ്ഞ്. നീ അതിന് ഒരെണ്ണമല്ലേ കുഞ്ഞെ കഴിച്ചത്? മതി ഉമ്മ, വേണ്ട. ഈ കൊച്ചു പെണ്ണ് ഇത് എന്തെടുക്കുക? ബസ് വരെ സമയമായിട്ടും. ഭൂമി, ഞാൻ നോക്കിട്ട് വരാം. ആ കുത്തി കുത്താന വരുമ്പത്ത് മയക്കണ്ണന്റെ കണ്ണ് കണ്ടുകൊണ്ടത് മായാജാലം. ഇതിനൊരു മാറ്റവും ഇല്ലല്ലോ റബ്ബി. കഴിഞ്ഞോ? നീ ഇവിടെ മായാജാലം കാണിച്ചോണ്ട് നിന്നോ? ബസ് അതിന്റെ പാട്ടിന് പോവും.
ഈ ബസ് അങ്ങനെ പോകൂല എന്റെ ഇത്താത്ത, നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. മനുവേട്ട എന്നെ വിളിച്ചു, 10 മിനിറ്റിനകം ഇവിടെ എത്തും. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. പൊന്നുമോള് സത്യം പറഞ്ഞേ പറ്റൂ. മനുവേട്ടന്റെ നമ്പർ നിനക്ക് ഇങ്ങനെ കിട്ടിയിടി? അതൊരു വലിയ കഥയാ. ഇത്തായും ഉമ്മായും വല്യമ്മയുടെ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ? ഉണ്ട്, അതിപ്പോ 2-3 മാസമായി കാണും. ആ ദിവസം എനിക്ക് ദേവേട്ടന്റെ ബസ് കിട്ടിയില്ല ഇത്താ. ഞാൻ ഒന്ന് ഒരുപാട് ലേറ്റ് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ അച്ചുവേട്ടന്റെ ബസ് കിട്ടി. അങ്ങനെ അച്ചുവേട്ടനാ എനിക്ക് മനുവേട്ടന്റെ നമ്പർ തന്നത്. ഞാൻ വിളിച്ചു. ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിലും ഞാൻ കാര്യം പറഞ്ഞപ്പോ നല്ലപോലെ സംസാരിച്ചു. അതിനുശേഷം ബസ് നമ്മുടെ വീടിന്റെ മുന്നിൽ എത്തുന്ന 10 മിനിറ്റ് മുമ്പ് എന്നെ വിളിക്കും. അപ്പൊ അങ്ങോട്ട് ഇറങ്ങി നിന്നാ മതിയെന്നാ പറഞ്ഞത്. കേട്ടോ? എന്റെ റബ്ബേ, ഇങ്ങനെ കുരുട്ടുബുദ്ധിയുള്ള സാധനം ഇത് ഉമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ പറയരുത്, ഒരിക്കലും ഉമ്മ അറിയരുത്. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇത്താക ദേവേട്ടനെ കാണാൻ ഇതേ ഉള്ളൂ ഒരു മാർഗം. ഇടി ദുഷ്ടേ, ഇനി അതും എന്റെ തലയില. ബസ് വന്നു. അതെ, ഭൂപിടുത്ത കണ്ട കടയിലൊക്കെ കേറിയിട്ടേ മുട്ടായിയും അതും ഇതൊക്കെ വാങ്ങിച്ചു നിന്നിട്ട് വയറുവേനെന്നും പറഞ്ഞു ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് നീ വാ. ബാക്കി അപ്പഴേ പുതിയ മുട്ടായി വന്നായിരുന്നു. ഇല്ലമ്മ, ഞാൻ നോക്കിക്കോളാം. ഒന്നനങ്ങി വാ കുഞ്ഞുങ്ങളെ. ഓ, റാണിമാരെ വീട്ടിനകത്ത് വന്ന് വിളിക്കണോ? എത്ര തവണ ഫോണിൽ വിളിച്ച്? ആണോ? സോറി മനുവേട്ടാ, ഫോൺ സൈലന്റിലായി പോയി. തുടങ്ങിയില്ലേ വായനാട്ടം? ഓടി ഒന്ന് നോക്കുന്ന കൂടിയില്ല. അങ്ങനെ നോക്കണമെങ്കിൽ അങ്ങോട്ട് പോയി പറയണം.